ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം ആ രാജ്യം വിട്ടു എന്ന് കേൾക്കുന്നല്ലോ, ശരിയാണോ? ശരിയാണ്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ആ വാർത്ത വരുമ്പോഴാണ് നമ്മൾ ചുറ്റുമുള്ള സാഹചര്യം കൂടി പരിശോധിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ മൊത്തം ഒരു യുദ്ധഭീഷണിയുണ്ട്. കുറച്ച് നാളുകളായിട്ട് പശ്ചിമേഷ്യ പുകയുന്നുണ്ട്. പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പല രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു 24 മണിക്കൂർ തരാം. ഇതിനിടയിൽ എല്ലാം ഒതുങ്ങി തീർത്തോണം, എല്ലാ എണ്ണം മര്യാദക്കായിക്കോണം എന്ന ട്രംപിൻ്റെ അന്ത്യശാസനം കൂടി വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ ട്രംപ് പറയുന്നുണ്ട്, പ്രതിഷേധക്കാരെ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, ഞാൻ സഹായം എത്തിക്കുന്നുണ്ട് ഉടൻ തന്നെ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട എന്ന് പ്രതിഷേധക്കാർക്ക്, അതായത് പ്രക്ഷോഭകർക്കുള്ള വാക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ നോക്കുമ്പോൾ ഈ നിക്കോളാസ് മഡുറോയെ പുറത്താക്കാൻ, വെനസ്വേലൻ പ്രസിഡന്റ് പുറത്താക്കാൻ വേണ്ടിയിട്ട് കരീബിയൻ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അമേരിക്ക അവരുടെ ആ നാവിക പടയെ തന്നെ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം വരുന്നു. US നേവിയുടെ ഡ്രോണുകളും മറ്റും ഗൾഫ് ഓഫ് ഒമാനിലൂടെ സഞ്ചരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. 2026 ജനുവരി ആദ്യം തന്നെ US നേവിയുടെ MQ-4C ട്രൈറ്റൺ അബുദാബിയിൽ നിന്ന് പറന്നുയർന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതാകെ മൊത്തം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതായത് അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിങ് ഓഫ് സയൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അവിടെ നിന്ന് കാണാതെയാകുന്നത്. അതോടുകൂടിയാണ് വളരെ വ്യാപകമായിട്ട് എല്ലായിടങ്ങളിലും തന്നെ യുദ്ധം തുടങ്ങാൻ പോകുന്നു, ഖമനേയുടെ കാര്യം ഇതോടുകൂടി തീരുമാനമാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് ശരിവെക്കാൻ കഴിയുന്നതുമാണ്. ഒരിക്കൽ ഒരു വിഷയമുണ്ടായി, ഒരു ഏറ്റുമുട്ടലുണ്ടായി, അവരുടെ ആണവായുധ ശാലകളുടെ മുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇട്ടതാണ്. വീണ്ടും അവരവിടെ പുനർനിർമ്മാണം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതുപോലെ തന്നെ ഖമനേയി പറഞ്ഞു, ഞങ്ങൾ ഇതിപ്പം 3 ഉള്ളൂ, ഞങ്ങൾ 4മതൊരു ആണവ നിലയം കൂടി സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ള വീരവാദമൊക്കെ പരസ്പരം ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ വളരെ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് നിമിഷവും ഒരു ക്രാഷ് ആയിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാവുന്ന തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ആക്രമണ സമയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഒരു വിമാനവും കാണാതെ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നെവാഡിം എയർഫോഴ്സ് ബേസിൽ നിന്ന് മെഡിറ്ററേനിയന് മുകളിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പറന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ ഗ്രീസിലെ ക്രെറ്റയിൽ ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഇതേ സമാനമായ സാഹചര്യം വന്നപ്പോഴും ഇവിടേക്ക് തന്നെയാണ് പോയത് എന്നുള്ള വാർത്തകളുമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ഈ വിമാനം എയർക്രാഫ്റ്റ് പറന്നു പൊങ്ങി അത് പോയി എന്നുള്ള വാർത്തകൾ വരുമ്പോഴും അതിനുള്ളിൽ നെതന്യാഹു ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരിക്കൽ വന്ന റിപ്പോർട്ടുകളിൽ നെതന്യാഹു അവിടേക്ക് മാറി, ഗ്രീസിൽ വിമാനം വെച്ചുവെങ്കിലും അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് അതിൻ്റെ മറവിൽ പറന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊന്നും ഇതുവരെയും അതിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇസ്രായേൽ കൊടുത്തിട്ടില്ല. അവർ വളരെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവരത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം നോക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണ്. അതായത് 2000 മരണമെന്നാണ് ഇപ്പോൾ ഇറാനിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോയിട്ടുണ്ട്, അദ്ദേഹം അതിനുള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ആസന്നമായിരിക്കുന്ന ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വേണം കണക്കാക്കാം. അപ്പോൾ ഒളിച്ചോടി നെതന്യാഹു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ ഒളിച്ചോടി എന്ന് പറയുമ്പോൾ ഈ ഖമനേയി ഈ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയാണ്? ബങ്കറിൽ കയറി ഒളിച്ചിരിക്കുകയല്ലേ, അവനവൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പോൾ അങ്ങനെ പല എന്താ പറയുക, പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും അങ്ങനെ രാജ്യം വിടുന്ന പതിവുകളുണ്ട്, അല്ലെങ്കിൽ അവരെ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. എല്ലാ രാജ്യങ്ങളും അത് അവലംബിക്കുന്നത് തന്നെയാണ്. പലർക്കും താല്പര്യമാണ് നെതന്യാഹു ഒളിച്ചോടിപ്പോയി എന്ന് പറയാനായിട്ട്. പ്രത്യേകിച്ച് ചില സുഡാപ്പികൾക്ക് വളരെയധികം താല്പര്യമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ വളരെ വലിയ രീതിയിലുള്ള യുദ്ധമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരു ബോംബ് വീഴാനുള്ള സാധ്യത ഇറാനിൽ കാണുന്നുണ്ട്. അതിന് പൂർണ്ണമായിട്ടും ട്രംപ് തന്നെയാണ് മുൻകൈ എടുക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കൽ വാണിംഗ് കൊടുത്തു, ഇനി ഈ മാതിരി തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്നെ ചെപ്പ കത്തിക്കും എന്ന് പറയുന്നതാണ്. അത് കേൾക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ കൊന്നൊടുക്കുന്നു എന്നുള്ള
വാർത്തകൾ പോലും വരുന്നുണ്ട്. 2000 മരണം കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ 2000 അല്ല 10,000 കടന്നു എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുവാക്കളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ടിവിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ്. അവർ ചെയ്തതായിരിക്കില്ല, കുറ്റം സമ്മതിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ വിധിക്കുന്ന രീതിയിൽ, അതായത് പ്രാകൃതമായ ആ കാടത്തം നിറഞ്ഞ രീതിയിലേക്ക് ഇവർ പോകുന്നു. ഈ ഗോത്രവർഗമാണല്ലോ, അപ്പോൾ അതിൻ്റെ രീതികൾ ഒരുപക്ഷെ ഇവർ കാണിക്കുന്നതായിരിക്കും. പക്ഷെ എത്രയോ ഉന്നതിയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹമാണത്. ആ ജനസമൂഹത്തെ വീണ്ടും പ്രാകൃതമായ രീതിയിലേക്ക് ഇവർ കൊണ്ട് എത്തിച്ചതാണ്, ഈ മതഭരണകൂടം കൊണ്ട് എത്തിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വരുമ്പോൾ നമ്മൾക്കും ഭീതി തോന്നേണ്ടത്. കാരണം എവിടെ എന്ത് സംഭവിച്ചാലും ഇന്നത്തെ കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ കച്ചവട താല്പര്യങ്ങളും നമ്മുടെ നയതന്ത്ര താല്പര്യങ്ങളും എല്ലാം നമുക്ക് വലുതാണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ ഇറാനിൽ വലിയ പ്രശ്നമുണ്ടാകും. നമുക്ക് എണ്ണവില ഉയർന്നേക്കാം, വലിയ രീതിയിൽ സ്വർണ്ണവില ഉയർന്നേക്കാം. അവിടെ കത്തുന്നത് കൊണ്ട് നമുക്ക് എന്താ പ്രശ്നം എന്ന് സാധാരണ ആയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇതെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കാരണം സ്വർണത്തിന്റെ വില അങ്ങ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ റോക്കറ്റ് പോലെ പോകുമ്പോഴാണ് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിലിന്റെ വില പോലും കൂടാനുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് വിഷയം മാറിപ്പോകുന്നതല്ല, പക്ഷെ ഇങ്ങനെ ഒരു സമാന സാഹചര്യം നിലനിൽക്കുമ്പോൾ യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറയുന്നത് വീട്ടമ്മമാർ കൂടി തിരിച്ചറിയാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ഗൾഫ് ഓഫ് ഒമാനിലുള്ള നിഗൂഢ നീക്കങ്ങൾ കൂടി ഈ തരത്തിൽ ട്രംപ് നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ സൈനിക നീക്കങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടി രഹസ്യമായിട്ട് സൂക്ഷിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തവണ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് രഹസ്യമാക്കിയിട്ടല്ല, ഇതാ ഞങ്ങൾ വരുന്നുണ്ടടാ നിന്നെ തീർക്കാൻ എന്നുള്ള മട്ടിൽ തന്നെയാണ് അമേരിക്കയുടെ നാവികസേനയൊക്കെ അവിടേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നും മറച്ചു വെക്കാതെ തന്നെ ഞങ്ങൾ ഏറ്റുമുട്ടും, ഞങ്ങൾ നിങ്ങളെ തീർക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾക്ക് സമീപത്ത് കൂടിയുള്ള ഈ നിരീക്ഷണ പറക്കലുകളുണ്ട് അമേരിക്കയുടെ. ആ പറക്കലുകൾ എന്ന് പറയുന്നതും വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയായിട്ടാണ് എന്ന് വിദഗ്ധരൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറാന് നമ്മൾ ആദ്യം പറഞ്ഞു, ഇറാനില് പ്രക്ഷോഭകർക്ക് വേണ്ടിയിട്ട് ട്രംപിന്റെ ഒരു ആശ്വാസവാക്ക്, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ വാക്കുകളൊക്കെ വരുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് നേരെ ഇവർ നടത്തുന്ന കാടത്തം നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രവർത്തനം, കാരണം അടിച്ചമർത്തി ഭരിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും പിന്നീടൊരു പൊട്ടിത്തെറി ഉണ്ടാകും. വളരെ ജനാധിപത്യപരമായ രീതിയിൽ പോയാൽ അത്ര ഉണ്ടാകില്ല എന്നുള്ളതാണ്. പ്രതിഷേധം സുദീർഘകാലം നിൽക്കില്ല. അപ്പൊ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ സുടുക്കൾ കാണേണ്ടത് നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിൽ ചിന്തിച്ചു നോക്കണം. ഇതിന്റെ ഉള്ളിൽ എന്താ പറയുക, കവറിട്ട് മൂടി നടക്കുന്ന പെണ്ണുങ്ങളെ സ്വാതന്ത്ര്യവും ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്താനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ നാടായതുകൊണ്ട് കിട്ടുന്നതാണ്. അങ്ങ് ഇറാനിലോ മറ്റോ യുവന്മാരൊക്കെ പോയി നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പപ്പും കൂടെയും പറിച്ച് ഉണക്കാനിടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഇറാൻ കടന്നു പോകുന്ന സമയത്ത് ട്രംപ് പറയുന്നു, ഇതാ ഞങ്ങൾ പ്രക്ഷോഭകർക്ക് വേണ്ടി എത്തുകയാണ്, ഇനി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ നീയൊക്കെ ഇത് തനിച്ച് നിർത്തണം, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് നിർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു വലിയ ഭീഷണി കൂടി വരുന്നുണ്ട്. അപ്പോൾ വലിയ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. നമുക്കറിയാം ട്രംപിൻ്റെ കാര്യം, വെനസ്വേലൻ പ്രസിഡന്റിനെ എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ളൊരു ആ ഒരു സൂചന ഇവർ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളുടെ ഒരു ഗൗരവം, ഈ ഇറാൻ ഈ പറയുന്ന കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഖമനേയിക്കൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകേണ്ടതാണ്, അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. കൂടെ ഇസ്രായേലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടം വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വിമാനം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും കത്താൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാർത്തകൾ എല്ലാം തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.